എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ നിങ്ങൾ ഇടം പോലെ നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടനെ നോക്കി കണ്ടുപിടിച്ചിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ സബ്സ്ക്രൈബ് എൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്ന് കിണുകിണ അടിച്ചു വെക്കുക. നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടെ എത്തും. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടുക. കുറഞ്ഞ പക്ഷേ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻ്റ് ആയിട്ട് ഇടുക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. കമൻറ്റുകൾ വായിക്കാനും അതിനുള്ള മറുപടി തരാനും ഞാനിവിടെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷാൻ റഹ്മാൻ, മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. വന്ന അലിഗേഷൻ നിജു എന്ന് പറയുന്ന ഒരാളാണ് കൊണ്ടുവന്നത്. അദ്ദേഹം കൊണ്ടുവരുന്നിരുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാനറിൽ അദ്ദേഹം കൂടെ ചേർന്നിട്ട് ഉയരെ എന്ന് പറഞ്ഞ് കൊച്ചിയിൽ ഇവർ വലിയ പ്രോഗ്രാം നടത്തി. ഷാൻ റഹ്മാൻ ആയിരുന്നു എൻ്റെ ഫേസ്, ഷാൻ റഹ്മാൻ ആയിരുന്നു ഇതെല്ലാം ചെയ്തത്. പക്ഷേ അതിനുശേഷം 38 ലക്ഷം രൂപ ഈ നിജു എന്ന് പറയുന്ന ആളെ കൊണ്ട് ഷാൻ റഹ്മാൻ ചിലവാക്കി. അതായത് അറോറ എന്നാണ് ആ പുള്ളിയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. അവരെ കൊണ്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് പേര്, ആ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ കൊണ്ട് ചിലവാക്കിയ ശേഷം ഷാൻ റഹ്മാൻ 5 നയ പൈസ കൊടുക്കാതെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇതിനെ ചൊല്ലി പുള്ളി ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷാൻ റഹ്മാൻ ഇത് ഇങ്ങനൊന്നും അല്ലട സംഭവം, വേറെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞൊരു കുറിപ്പ് പോലെ ഇറക്കിയിരുന്നു. ഇപ്പോൾ ഷാൻ റഹ്മാൻ പ്രതികരണമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഷാൻ റഹ്മാൻ ഈ പറഞ്ഞ സമയത്ത് നമ്മളെടുത്ത് ചോദിച്ചിട്ട് കാര്യം, ഇതിനകത്തൊരു 20 ലക്ഷം രൂപയുടെ കേസ് പറയുന്നുണ്ട്. ആ 20 ലക്ഷം എന്താണെന്നെങ്കിലും ആരും മെൻഷൻ ചെയ്തിരുന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ ഷാൻ റഹ്മാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷാൻ റഹ്മാൻ പറയുന്നത് കേട്ട് നോക്കാം. പറയുന്നത് അദ്ദേഹത്തിന് വേറൊരു കമ്പനി ഉണ്ട്, അറോറ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവര് ഈ 25 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ നിജു 25 lakhs പ്ലസ് പ്രൊഡക്ഷൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. 25 lakhs ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവരാദ്യം ഒരു വലിയ പ്രോഗ്രാമായിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ആ വലിയ പ്രോഗ്രാം ഇവിടെ നടത്താനുള്ളൊരു പാങ്ക് ഇവിടുത്തെ പലർക്കും ഉണ്ടായില്ല. അങ്ങനെ ഒരു സമയത്ത് ഈ നിജു എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് വേറൊരു കമ്പനി ഉണ്ട്, നമ്മളിടാൻ 25 lakhs പ്ലസ് പ്രൊഡക്ഷൻ ഏറ്റെടുത്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ പ്രൊഡക്ഷൻ എന്നൊരു സാധനം ഏറ്റെടുത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. നിജുയുടെ കണ്ടീഷൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 70% ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് പരിപാടിയുടെ പേര് അറോറ ഫെസ്റ്റ് എന്ന് വെക്കണം. പിന്നെ അതുപോലെ ബാക്കി മീഡിയയുള്ള കൊളാബറേഷൻസ് എല്ലാം അറോറയ്ക്ക് പോകണം. ടാക്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റേഴ്സിലും എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റുകളുടെ പോസ്റ്ററുകൾ വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനകത്തും അറോറ എന്റർടൈൻമെന്റ്സിന്റെ ടാഗ് വേണം, ഇദ്ദേഹത്തിന്റെ ടാഗ് വേണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻ. എല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു എക്സെപ്റ്റ് പരിപാടിയുടെ പേര്. അപ്പൊ അത് നമുക്ക് ഉയരെ തന്നെ വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതിന് അദ്ദേഹം എഗ്രിയും കൂടെ ചെയ്തു. അങ്ങനെ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ ഷോ അനൗൺസ് ചെയ്തു. ഓക്കെ, അതായത് ഇവർ തമ്മിൽ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സംസാരിച്ചു. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ബാക്കി മറ്റേതും പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് പറയാം ഷാൻ റഹ്മാൻ ബാക്കി പറയുന്നത് കേൾക്കാം. അദ്ദേഹം എഗ്രി ചെയ്തില്ല. പകരം നമുക്ക് പ്രോഫിറ്റിന്റെ ഷെയറിംഗ് മാറ്റാം എന്ന് ഈ രണ്ടുപേരും മ്യൂച്വലി എഗ്രി ചെയ്തു. അതായത് നേരത്തെ 70-30 എന്നായിരുന്നു, 70 നിജു 30 നമ്മൾ എന്നുള്ളത്. അത് മാറിയിട്ട് 60-40 മാറി. 60 നിജുവിനും 40 നമുക്കും. അങ്ങനെ ജനുവരി 14 തീയതിയായി. നിജു എഗ്രിമെന്റും തരുന്നില്ല, പൈസയും തരുന്നില്ല, ഒന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നിജുവിന് അയച്ചു കൊടുത്തു. അതായത് ഇത് എഗ്രിമെൻറ്റ് തരുന്നില്ല എന്ന് ഈ നിജു എന്ന് പറയുന്ന അറോറ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൾ നേരത്തെ ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ മൂപ്പൻസ് വ്ലോഗിൽ വന്ന വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ എഗ്രിമെൻറ്റ് ചോദിക്കുമ്പോഴത്തേനും ഷാനിക്ക ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഷാനിക്കയുടെ അടുത്തിട്ട് ചെല്ലുമ്പോഴത്തേനും ഷാനിക്ക വൈഫിന് സുഖമില്ല മോനെ, അങ്ങനെയല്ല മോനെ, ഇങ്ങനെയല്ല മോനെ, ഞാനുണ്ട്, നീ അങ്ങ് സെറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ സംസാരിക്കുകയായിരുന്നു. എഗ്രിമെൻറ്റ് അവർ തന്നില്ലെന്നാണ് അതായത് ഷാൻ എഗ്രിമെൻറ്റ് തരാൻ തയ്യാറായില്ലെന്നാണ് അറോറയിലെ അദ്ദേഹം പറഞ്ഞത്. അറോറയിലെ അവർ എഗ്രിമെൻറ്റ് തരാൻ തയ്യാറില്ലെന്നാണ് ഷാൻ പറഞ്ഞത്. എന്നിട്ട് ഷാൻ അയച്ചു കൊടുത്തൊരു എഗ്രിമെൻറ്റിൻ്റെ സാമാനവും നമ്മളെ കാണിക്കുന്നുണ്ട്, തുറന്ന് കാണിക്കുന്നില്ല, അങ്ങനെ സാധനം ഞാൻ അയച്ചിട്ടുണ്ട് ആ പേരിൽ. അപ്പോൾ പുള്ളി ജനുവരി 16 തീയതി ഒരു 5 ലക്ഷം രൂപ എൻ്റെ കമ്പനിയിലേക്ക് ഇട്ടു. അപ്പോൾ ഈ ഒരു 5 ലക്ഷം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ലക്ഷത്തിനെ പറ്റി പുള്ളി FIR മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിയുടെ മൊഴിയിലും, പോലീസിന് പുള്ളി കൊടുത്ത മൊഴിയിലും ഇങ്ങനെ ഈ 5 ലക്ഷം പ്ലസ് GSTയുടെ ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെ 24 തീയതി ഷോയുടെ തലേ ദിവസം അങ്ങനെ 5,90,000 രൂപയാണ് അദ്ദേഹം അയച്ചു കൊടുത്തത്. ഇനീഷ്യലി ഇവർ വെച്ച ഡീലെന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ്, അത് ഈ പുള്ളി വഹിക്കണം. വഹിച്ചതിന് ശേഷം പ്രോഫിറ്റ് ആകുമ്പോഴത്തേനും ഇത്ര ശതമാനം പ്രോഫിറ്റ് അവന്, ഇത്ര ശതമാനം പ്രോഫിറ്റ് വീണ് നമ്മൾ മറ്റേ പകുത്ത് 2 പേർക്കും കൊടുക്കുന്നു, 2 വഴിക്ക് പോകും. ഇതാണ് ഇവർ വെച്ചിരുന്ന കോൺട്രാക്റ്റ്. പക്ഷേ ഈ സാധനം മുന്നോട്ട് പുള്ളി ചെയ്യാൻ പറ്റിയില്ല. ഈ 25 ലക്ഷത്തിൽ നിൽക്കില്ല എന്ന് ചിന്തിച്ചു. ഇവർ വേറൊരു എമൗണ്ട് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഇവരത് പറഞ്ഞ് ഡീലാക്കി ഒരു എമൗണ്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ പ്രോഗ്രാം നടന്നതിൻ്റെ ദിവസം രാവിലെ ഷാനിക്ക അവിടെ ചെല്ലുമ്പോൾ ഷാനിക്ക മനസ്സിലാക്കുന്നു നമ്മൾ പറഞ്ഞവന്മാരൊന്നുമല്ല പ്രൊഡക്ഷൻകാരൊക്കെ മാറി, ഇതൊക്കെ നമ്മുടെ അറോറ ചേട്ടൻ മാറ്റി എന്നാണ് ഷാൻ പറയുന്നത്. ബാക്കി കേൾക്കാവേ. കമ്പനി മുഴുവൻ മാറി എന്നുള്ളത്, അതായത് ഉദയപ്രോ അല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ആസ് എ പാർട്ട്ണർ എന്നോട് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ആസ് എൻ ആർട്ടിസ്റ്റ് എന്നോട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് വളരെ വൈറ്റൽ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അത് നമ്മൾ നിന്നത് മറച്ചു വെച്ചു.
പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊരു രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ കമ്പനി, അതായത് ഇപ്പോൾ ഉദയപ്രോ അല്ലാന്ന് നമുക്ക് മനസ്സിലായല്ലോ, നമ്മളെ അറിയിച്ചതില്ല. ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെ ഇദ്ദേഹം സമീപിക്കുന്നത് ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടാണ്, അല്ലാതെ ഉയരയുടെ പാർട്ണർ എന്ന് പറഞ്ഞിട്ടാണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹം ഉയരയുടെ പാർട്ണറാണ്, കാരണം പോസ്റ്റിലുള്ള പേരുണ്ട്, പുള്ളിയുടെ ടാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രം പുള്ളി ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസിന് പുള്ളി മാറി. അതായത് ഈ പുള്ളി അങ്ങനെയാണ് പോയി പരിചയപ്പെട്ടതെങ്കിൽ, അതായത് ബാക്കി എല്ലായിടത്തും ഞാൻ ഇതിൻ്റെ പാർട്ട്ണറാണ്, പക്ഷേ ഇവിടെ മാത്രം ഞാൻ ഷാനിക്കയുടെ പ്രൊഡക്ഷൻ മാനേജറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷാൻ പറയുന്ന പോലെ തന്നെ ഇങ്ങനൊരു പ്രശ്നം, ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വള്ളിക്കസ്റ്റ് ഷാൻ്റെ തലക്കോട്ട് ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടാകും എന്ന് ഓൾറെഡി തോന്നിയിട്ടുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ പുള്ളിക്ക് അവിടെ എന്തോ ഒരു സീൻ കൊണ്ടുവന്ന് നടക്കും, ഈ സാധനം ലാഭത്തിലാകാൻ പോകുന്നില്ല, ഇതെന്തോ സീനാവും, ഞാൻ അവന്മാർക്ക് പൈസ കൊടുക്കാൻ പറ്റത്തില്ല, സ്കൂട്ടാവേണ്ട അവസ്ഥ വരുമെന്ന് പുള്ളി ചിന്തിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് എന്നാണ് ഷാൻ ഇക്കയുടെ ഒരു സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ബാക്കി കേൾക്കാം. ഷോ കഴിഞ്ഞു, നമ്മുടെ സൈഡിലുള്ള പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് തുടങ്ങി. ആ സമയത്ത് നിജു ഒരു 45 ലക്ഷത്തിന്റെ ഒരു ബില്ലുമായിട്ട് വന്നു. അപ്പൊ ഇത് എന്തിന്റെ ബില്ലാണെന്ന് റൈറ്റിംഗിൽ തരാൻ പറഞ്ഞു, കാരണം ഒന്നും മനസ്സിലായില്ല. അപ്പം റൈറ്റിംഗിൽ വന്നപ്പം അത് ഈ 45 ലക്ഷം എന്നുള്ളത് 47 പിന്നീട് അത് 51. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിജു പാർട്ട്ണറാണ്, പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റും ചെയ്തില്ല. എന്നിട്ട് ഈ പറയുന്ന പോലെ നിജുയുടെ എക്സ്പെൻസ് കൂടെ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണത്? ഇതിന് ശേഷം നിജു നിരന്തരമായിട്ട് സൈറനെ വിളിച്ച് സൂയിസൈഡ് ചെയ്യും, പിന്നെ വേറെ വഴിയില്ല, ആത്മഹത്യ ചെയ്യും. ഉയരെന്ന് പറഞ്ഞ ഷോ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഓക്കെ, അതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അതായത് സംഭവം ഇതിനകത്ത് പറയുന്നത്, ഇവർ ഈ പ്രോഗ്രാം നടന്നതിന് ശേഷമാണ് ഇവർ ഈ പറഞ്ഞ പൈസയിലിട്, ഞാൻ ചിലവാക്കിയ പൈസയിലിട്, ഇങ്ങനെ ഉള്ള സാമാനം പറയുന്നത്. അപ്പോൾ പുള്ളി നമ്മൾ ഓൾറെഡി ബഡ്ജറ്റ് ഇട്ടത് ഒരു 36 ലക്ഷം രൂപയാണ്, പുള്ളി 40 ലക്ഷം രൂപയുടെ ഒരു ബില്ലും കൊടുത്തു, 56 ലക്ഷം രൂപയുടെ ബില്ലും കൊടുത്തു. ഇങ്ങനെ ബില്ലിനകത്ത് വേരിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പറയുന്നത് ശരിയാണെങ്കിൽ അത് ഈ അറോറയുടെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റാണ്. കാരണം നമ്മളൊരാളോട് ഞാൻ ഇത്ര രൂപ ചിലവാക്കിയെന്നൊരു കമ്പനിയുടെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ അതിനകത്തൊരു വ്യക്തത വേണം, നമ്മളതിനകത്ത് കൃത്യമായിട്ടുള്ള കണക്കുകൾ വെച്ചിട്ട് വേണം അത് സംസാരിക്കാൻ. അതിനകത്തൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ തെറ്റാണ്. അങ്ങനെ ഒരു മാറ്റം വരുമ്പോഴത്തേനും ഇവർക്കത് സംശയം തോന്നും. ഈ ഷാൻ റഹ്മാന് ഇവൻ്റെ കണക്ക് എന്താ മാറുന്നത്, അപ്പോൾ ഇതിനകത്ത് എന്തോ സസ്പീഷ്യസ് ആയിട്ടുള്ള സാധനം ഉണ്ടെന്ന് ഇദ്ദേഹത്തിനൊരു സംശയം വരും. ഇദ്ദേഹം ആ സംശയമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് ഷാൻ റഹ്മാൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേന് ഇവരുടെ ഡീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡീലെന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മുടക്കണം. പ്രൊഡക്ഷന് വേണ്ടി മുടക്കുമ്പോഴത്തേനും അവർ മാർക്കറ്റിങ്ങും മറ്റ് ഷാൻ റഹ്മാൻ്റെ ടീം മാർക്കറ്റിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കും. അവരൊരു സ്പോൺസേഴ്സിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇതിന് ശേഷം പരിപാടി നടത്തി കഴിയുമ്പോഴത്തേനും നമ്മൾ ലാഭം ഇത്ര എന്ന് പിരിച്ചെടുക്കുന്നു. ഇന്ന ആളുകൾ ഇന്ന സെറ്റിൽ ചെയ്യുന്നു, ഇന്ന ആളുകൾ ഇന്ന സെറ്റിൽ ചെയ്യുന്നു. അതായത് നമ്മൾ 2 പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ് ഇവർ തമ്മിലൊരു ഡീൽ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എഗ്രിമെൻ്റ് ആക്കിയിട്ടില്ല. ഈ എഗ്രിമെൻ്റ് ആക്കാത്തതാണ് ഇവർക്ക് 2 പേർക്കും പറ്റിയ പ്രശ്നം. അതായത് കൊച്ചച്ഛൻ്റെ മോനോ ഇളയച്ചൻ്റെ മോനോ മാമൻ്റെ മോനോ ഒന്നുമല്ല, പരിചയമില്ലാത്ത ഏതോ ഒരു കമ്പനിയായിട്ട് കൂടിച്ചേർന്നൊരു സാധനം ഉണ്ടാക്കുന്നു. പക്ഷേ എഗ്രിമെൻ്റ് ഇല്ല. മട ഷാനിക്ക നമുക്കറിയാം, മട അറോറ നമുക്കറിയാം. അപ്പം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കാനുള്ളൊരു മൈൻഡിൽ തന്നെയായിരുന്നു കേട്ടോ. ഷാനിക്ക് പറ, ബാക്കി പറ. തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇതൊന്നുമല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പബ്ലിക് അപ്പോളജി നമുക്ക് വേണം എന്ന് പറഞ്ഞു വെൻഡേഴ്സ് അത് എഗ്രി ചെയ്തു. എന്നിട്ട് വെൻഡേഴ്സ് പോയി. നെക്സ്റ്റ് ഡേ ഈ വെൻഡേഴ്സ് നിജുവിനെ പോയിട്ട് കണ്ടു. നിജു എന്ത് ചെയ്തു? നിജു പറഞ്ഞു അത് പറയാൻ പറ്റില്ല. അപ്പോൾ അതായത് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നമ്മുടെ ഈ നിജു എന്ന് പറയുന്ന അറോറയുടെ ആൾ ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞ് ഇവർക്കിടയിലുള്ള ക്ലാഷ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ സമയത്ത് ഈ വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് സൗണ്ട് മറ്റേ സുഹൃത്തുക്കരി ആ ടീം സെറ്റിൽമെൻറ്റിന് വന്നപ്പോഴത്തേനും അവർക്ക് പൈസ കൊടുക്കണ്ട. ഇവരുടെ ക്ലാഷ് തീർന്നാലേ പൈസ കിട്ടത്തുള്ളൂ. അവർ നേരിട്ട് പോയി ഇദ്ദേഹത്തിനോട് സംസാരിച്ചു. ആ അറോറയുടെ ആൾ പറഞ്ഞു വിട്ടതാണെന്നാണ് ഷാൻ പറയുന്നത്. അങ്ങനെ വന്നു ഇവരെല്ലാം സംസാരിച്ച് ഡീലായി പോയ സമയത്ത് ഇവർ പറയുന്നു ഞാൻ സെറ്റിൽ ചെയ്യാം, പക്ഷേ അവൻ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞു, അതെല്ലാം അവൻ മാറ്റി പറയണം എന്ന് പറഞ്ഞു പോന്നു. പക്ഷേ അതിനെക്കുറിച്ച് പുള്ളിയുടെ വീഡിയോ നമ്മൾ വരുന്നുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ, അതിനകത്ത് ബാക്കി പറയാം. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അങ്ങനെ അവർ പോന്നു. അതോടുകൂടി ഉടക്കി. വെൻഡേഴ്സ് പറഞ്ഞു നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള പൈസയാണിത്, നീയോ തരുന്നില്ല, അവരെങ്കിലും തന്നിട്ട് ഇതിന് തീർക്കട്ടെ എന്ന് പറഞ്ഞു. അതോടുകൂടി വെൻഡേഴ്സിന്റെ ഫോൺ ഇവൻ എടുക്കാതെ ഇവൻ എന്ത് ചെയ്തു? എൻ്റെ ഒരു ബാൻഡ് മെമ്പർ വെച്ചിട്ട് നേരെ വെൻഡേഴ്സിനെ ബൈപ്പാസ് ചെയ്തിട്ട് എൻ്റെ ബാൻഡ് മെമ്പറോട് പറഞ്ഞു നിജു നേരിട്ട് വന്നിരുന്നിട്ട് സംസാരിച്ചിട്ട് കോംപ്രമൈസിലെത്താം. അതായത് വെൻഡേഴ്സിന് പൈസ ഈ ഒരു സർട്ടൻ എമൗണ്ട് കൊടുക്കാൻ റെഡിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ പൈസ വെൻഡേഴ്സിന് കൊടുക്കേണ്ട പൈസ ഇങ്ങോട്ടേക്ക് മറിക്കാൻ നേരെ നിജുവിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിൽ വന്ന് പറഞ്ഞോളാം. അപ്പൊ ഇങ്ങനെ ഒരു
കൈക്കൂലി അതാണ് പറയുന്നത്. അതായത് ഈ വെൻഡേഴ്സിന് കൊടുക്കാനുള്ള പൈസ നേരെ നമ്മുടെ നിജുവിന് അല്ലെങ്കിൽ അറോറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വന്ന് എല്ലാം അങ്ങനെ പറഞ്ഞാൽ മച്ചമ്പി എന്ന് പറഞ്ഞിട്ട് പോകും എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. ഇതെല്ലാം മറ്റേ പുള്ളി ഇതിങ്ങനൊന്നും അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടേ. ഇൻസിഡന്റ് നടന്നു എന്ന് ഞാൻ വെൻഡേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞപ്പം വെൻഡേഴ്സ് പറഞ്ഞു ഇങ്ങനത്തെ ഒരു തരികട പരിപാടി അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്കയുടെ വഴിക്ക് വിട്ടോ, അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാനുള്ള പൈസ ഞങ്ങൾ മേടിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലാൻഡ് ഡീലായിട്ടെന്നാണ് എന്നോട് പറഞ്ഞത്. 25 lakhs ആണ് അവർ ഉയരുടെ കോസ്റ്റ്. ശരി. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞൊരു കാര്യം, അവര് മിനിമം 35 lakhs സ്പോൺസർഷിപ്പ് ഇതിൽ കൊണ്ടുതരാം. എന്നിട്ട് മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് ഞങ്ങൾ നോക്കാം. അതിന് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് 40% വേണമെന്നാണ് എന്നോട് പറഞ്ഞത്. അതിനും പ്രൂഫ് ഉണ്ട്. കാരണം ഞാൻ അയച്ച മെസ്സേജ് എനിക്ക് അയച്ചു തന്ന മെസ്സേജ് അത്. അതായത് ഈ 60-40 കേസ് ഓൾറെഡി സംസാരിക്കുന്നുണ്ട്. അതായത് ഇത്രയും സ്പോൺസർഷിപ്പ് വരില്ലെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം സ്കൂട്ടാൻ ശ്രമിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു നമുക്ക് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ വർക്കായില്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ വെക്കാം. അതിന് ഈ നമ്മുടെ അറോറ പറഞ്ഞു 60-40 ആക്കണം, മറ്റേ 70-30 എന്നുള്ളത് 60-40 ആക്കണം, നിങ്ങൾ പകുതി ബാരിയർ എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ മറ്റൊരു വെർഷൻ ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ 60-40 എന്നുള്ള സാധനം നമുക്ക് ഫിക്സ് ചെയ്യാം. വാട്സാപ്പിൽ കിടപ്പുണ്ട്, ഞാനത് പോകണമെങ്കിൽ ബ്രോയ്ക്ക് ഷെയർ ചെയ്യാം. ഞാൻ ഇതിനകത്തൊരു കള്ളത്തരവും പറയുന്നില്ല. ഇത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതായത് ഇതിങ്ങനെ ഒരു പ്രശ്നമാകുമ്പോൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഉത്തരം, ഇത് പരിഹരിക്കാൻ അവൻ ഇങ്ങനെ വന്നപ്പോഴത്തേനും നമ്മൾ പറഞ്ഞു ഇവൻ പറഞ്ഞെല്ലാം മാറ്റി പറയണം, ഇവൻ ചുമ്മാ പറഞ്ഞാന്ന് പറയണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്താ പറയാൻ നമുക്ക് കേൾക്കാട്ടോ. കുറെ മീഡിയ സാറ്റലൈറ്റ് മീഡിയകളൊക്കെ ഏറ്റെടുത്ത സമയത്ത് ഒരു കോംപ്രമൈസ് ചർച്ച എന്നുള്ള രീതിയിൽ അവർക്ക് ഇത് കോംപ്രമൈസ് ചെയ്യണമെന്നും പറഞ്ഞ് എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ ഇതിപ്പോ മീഡിയയിൽ അവർ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഷാൻ റഹ്മാൻ പറയുന്നത് ഇദ്ദേഹം അവരെ അപ്രോച്ച് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ 2-3 ശിങ്കിടികളെ അവിടെ പറഞ്ഞു വിട്ടു, അതിനകത്ത് ഒരാൾ വെഞ്ചറാണ് പറഞ്ഞെല്ലാം കോംപ്ലിമെൻസ് ആക്കാനായിട്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങോട്ടല്ലോ കോംപ്രമൈസിന് പോയത്, അവർ ഇങ്ങോട്ടാണ് കോംപ്രമൈസിന് വന്നതെന്ന്. ഇത് ശരിക്കും നടുക്കിരുന്ന് സംസാരിച്ച് കോംപ്രമൈസ് ആക്കേണ്ട ഒരു വിഷയമാണ്. കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഞാൻ ഇതുവരെ കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഞാൻ ഒരാളെ പോലും വിട്ടിട്ടില്ല. ശരി. ഓക്കെ, എന്നിട്ടും 25 lakhs കോംപ്രമൈസ് ചർച്ചയുടെ. പക്ഷെ അവരെനിക്കൊരു സ്ക്രിപ്റ്റഡ് സാധനം തരും. അവർ അതേപോലെ ഞാൻ പറയണമെന്ന് പറഞ്ഞു. ഇതുകൂടെ പറഞ്ഞിട്ടുണ്ടേ, പുള്ളി മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല അങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഷാൻ റഹ്മാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അവർ സ്ക്രിപ്റ്റഡായിട്ട് സാധനം എഴുതി തരും, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ പൈസ പേ ചെയ്യും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വെർഷൻ. ഷാൻ ഒരു സ്ക്രിപ്റ്റഡ് സാധനം തരും. അപ്പോൾ അങ്ങനെ ഒരു ടോക്കും അവിടെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇവൻ വന്ന് ക്ഷമ പറയണം, അപ്പോൾ ഇദ്ദേഹം സമ്മതിക്കത്തില്ല. അപ്പോൾ ഒരു ക്ഷമാർപ്പണത്തിൻ്റെ ഒരു സംസാരം ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ക്ഷമാർപ്പണം വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് ചീറ്റിപ്പോയി. നമുക്ക് ഇദ്ദേഹത്തിന്റെ സൈഡിലായിരിക്കാം ശരിയെന്ന് വിശ്വസിക്കാം. അങ്ങനെയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി 1 കോടി രൂപ തരാന്ന് പറഞ്ഞാൽ ഞാനത് പറയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്തു എന്ന് പറയാന്ന് പറഞ്ഞു. പക്ഷെ അവർക്കത് പോരാ. ഞാൻ പറഞ്ഞു എന്നാ വിട്ടേക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആ കോംപ്ലിമെന്റ് സ്റ്റോക്കും ഒന്നും ശരിയായില്ല. ഇനി ബാക്കി പറ. അതും ടൈം കിടപ്പുണ്ട്. എനിക്കൊരു എഗ്രിമെന്റ് എന്നും പറഞ്ഞ് ഒരു ഡ്രാഫ്റ്റ് അയച്ചു തന്നു. ആ ഡ്രാഫ്റ്റിനകത്ത് ഈ പറയുന്ന ഞങ്ങൾ നമ്മുടെ മീറ്റിംഗിൽ വാട്സാപ്പിൽ അതിന്റെ ഒരു മീൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് എഗ്രിമെന്റ് ആക്കേണ്ടത് എന്നുള്ള കാര്യം, എന്താണ് നമ്മുടെ ടൈംസ് എന്നുള്ള കാര്യം മീൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബ്രോയ്ക്ക് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ആ ഒരു ഡ്രാഫ്റ്റിനകത്ത് ഈ പറയുന്ന സാധനങ്ങൾ ഒന്നും വന്നിട്ടില്ല. അത് കൂടാതെ അതാണ് നമ്മൾ ഷാനിക്ക കാണിച്ച എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റ് ഇവന് ഞാൻ ഓൾറെഡി അയച്ചു കൊടുത്തു, അവൻ എഗ്രിമെൻറ്റ് തരാത്തോണ്ടെന്ന് പറഞ്ഞു. ആ എഗ്രിമെൻറ്റാണ് ഇവിടെ പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇവരെന്തുകൊണ്ട് അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് അങ്ങോട്ട് കൊടുത്തില്ല? ഇദ്ദേഹം പറയുന്നത് പുള്ളിക്കാരുടെ വൈഫിന് തലവേദനയാണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ 35 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു തക്കിട തരികിട പരിപാടി കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തുകൊണ്ട് സ്കൂട്ടാവാതെ ഇങ്ങനത്തെ ഒരു സാധനമായിട്ട് മുമ്പോട്ട് പോയി, എഗ്രിമെൻ്റ് ഇല്ലാതെ മുന്നോട്ട് പോയി? അതാണ് ഇവരോടുള്ള ചോദ്യം. ഇനി അദ്ദേഹത്തിനോടുള്ള ചോദ്യം, അദ്ദേഹം പറയുന്നുണ്ട് തുടക്കം തൊട്ടേ ഇവൻ ഉടായിപ്പോണോ എന്ന് എനിക്കൊരു സംശയം വന്നതാണ്. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എഗ്രിമെൻ്റ് ഇല്ലാതെ ഇദ്ദേഹം മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു? അപ്പോൾ 2 പേർക്കും ഒന്ന് പറ്റിക്കാം എന്നുള്ള മൈൻഡിൽ തന്നെ ആയിരുന്നു. ഷോ നടത്തിയത് ഇവർ തന്നെ പറയുന്നത് ഇറ്റേണൽ റേ ആണ് ഞങ്ങളുടെ ബേബിയാണെന്ന് പറയുന്നു. അതെ, ആ ഷോ ചെയ്തെടുത്ത് ഈ ഇറ്റേണൽ റേയുടെ ഒരു എഗ്രിമെന്റ് തന്നിട്ട് പൈസ അയക്കാൻ പറയുന്നത് വേറൊരു അക്കൗണ്ടിലോട്ട്.
അതായത് ഇറ്റേണൽ റേയുടെ ഇത് പ്രോഗ്രാമിന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ അയക്കാൻ പറയുന്നു. അതെ, മറ്റുള്ള അക്കൗണ്ടിലോട്ട്. ഇത് ഈ 20 ലക്ഷം രൂപയുടെ കേസൊന്നും ഞാൻ പറയട്ടോ. ഞാൻ 2-3 വീഡിയോയിൽ എൻ്റെ 20 ലക്ഷത്തിൻ്റെ സംശയം ചോദിച്ചു. അതായത് 25 ലക്ഷം രൂപയാണ് ഇവർ ആദ്യം പ്രൊഡക്ഷൻ കോസ്റ്റ് ഇട്ടത്. അപ്പോൾ 5,90,000 രൂപ ആദ്യം ഈ അറോറ അവർക്ക് അയച്ചു കൊടുത്തു. പിന്നെ ബാക്കി 20 ലക്ഷം നീ ഇട്ടില്ലെന്നാണ് ഷാൻ ആ ഒഴിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 20 അല്ല, അതിനകത്തൊന്നും നിന്നില്ല. ഇതൊരു 38 ലക്ഷം രൂപ പോയി. ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് അവർ ജനറേറ്റ് ചെയ്തു. പക്ഷേ ഷാൻ പറയുന്നത് ലോസ് ആയിരുന്നെന്നാണ്, ഇദ്ദേഹം പറയുന്നത് പ്രോഫിറ്റാണ്. അതായത് രണ്ടുപേരും ഓപ്പോസിറ്റ് സാധനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നുണപരിശോധന നടത്തിയാൽ ആരാണ് പറയുന്നത് ശരിയെന്ന് മനസ്സിലാവും. പൈസ അയക്കാൻ പറയുന്നു. അക്കൗണ്ടും ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല ഇതിന്. ഞാൻ അറിഞ്ഞത് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി തിരക്കി. ഇപ്പൊ എനിക്കൊരു ഇഷ്യൂ വന്നല്ലോ. അതെ. അതുവരെ എനിക്ക് വലുതായിട്ട് ഞാൻ ഇതിനെപ്പറ്റി തിരക്കാൻ എടുക്കാൻ പോയി. എനിക്ക് ഇഷ്യൂ വന്നപ്പോ, അതായത് എനിക്ക് ഈ ഒരു ഇഷ്യൂ വരുന്നത് ഫെബ്രുവരി 6 ഷോ കഴിഞ്ഞ് ഫെബ്രുവരി 6 വരെ എന്നോട് നല്ല സ്നേഹമായിരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം എപ്പോഴും വിളിക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ പൈസ ചോദിച്ചതിന് ശേഷമാണ് ഇവരുടെ ടോണ് കാര്യങ്ങളെല്ലാം മാറുന്നത്. ആ സമയത്ത് ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഈ ഇറ്റേണൽ റേക്ക് ഒരു GST ഇല്ലാന്നും ഒരു കറണ്ട് അക്കൗണ്ട് മീൻസ് ഒരു കമ്പനി ആകുമ്പോൾ മിനിമം ഒരു കറണ്ട് അക്കൗണ്ട് കാണണം. തീർച്ചയായിട്ടും ഒരു കറണ്ട് അക്കൗണ്ട് ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ ഇവർ ചെയ്ത പരിപാടി എല്ലാവർക്കും ഒരു ഇറ്റേണൽ റേ എന്നൊരു കമ്പനിയാണ് ഷോ ചെയ്തെന്ന് പറഞ്ഞു. അതെല്ലാ പോസ്റ്റിനകത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ പൈസ കാര്യങ്ങൾ എല്ലാം ചെയ്തേക്കുന്നത് വേറൊരു അക്കൗണ്ടിലോട്ടാണ്. അതായത് ഇറ്റേണൽ റേ എന്ന് പറയുന്നത് ഷാനിക്കയുടെ കമ്പനിയാണ്. ഈ കമ്പനിക്ക് GST ഇല്ല, മറ്റേ ലൈസൻസ് ഇല്ല, ഒരു തേങ്ങക്കൊല ഇല്ലെന്നാണ് മറ്റൊരു സോഴ്സ് ചെയ്യുന്ന ഇദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും സംഭവം. അതായത് രണ്ടുപേരും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്താണ് യാഥാർത്ഥ്യം എന്ന് സത്യം പറഞ്ഞാൽ നമുക്കും അറിയാൻ പാടില്ല. ഇത് പോലീസ് കേസ് മുഖാന്തരം പോയി തന്നെ ഇത് സെറ്റിലാകണം. എനിക്ക് മനസ്സിലായത് രണ്ടുപേരും ഒന്ന് പറ്റിച്ചേക്കാവുന്ന ഒരു മൈൻഡിൽ തന്നെ ആയിരുന്നു രണ്ടുപേരും. ഈ ബേസിക്കലി നമ്മൾ ഒരാളെ വിശ്വസിച്ച് 30-35 ലക്ഷം രൂപ മുടക്കുമ്പോഴത്തേനും അത് എഗ്രിമെൻ്റ് അത് ചെയ്യാതെ നൻപേണ്ട എന്ന് വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും നൻപനാണെങ്കിൽ നമ്പിക്കോ, നമ്പിയാലും പോത്തേ ഉള്ളൂ. എന്നാലും അതൊന്നും പ്രശ്നമാക്കാതെ അങ്ങനെ വിശ്വസിച്ച് ചെയ്തെങ്കിൽ അതൊരു വല്ലാത്ത വിശ്വാസമായി പോയി. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്പനി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുമ്പോഴത്തേനും പോയി സമീപിക്കുന്നു, ഞങ്ങളിത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പോൾ എഗ്രിമെൻ്റ് ഒന്നും വേണ്ട, നമ്മുടെ ഷാനിക്ക, നമ്മുടെ നീജു എന്ന് പറഞ്ഞിട്ട് ചെയ്തെങ്കിൽ ആ എഗ്രിമെൻ്റ് വെക്കാത്തതാണ് ഇവർക്കിടയിൽ പറ്റിയ ഏറ്റവും വലിയ പിഴവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം ഒരു പിടിയില്ല. രണ്ടുപേരും തെളിവുണ്ട് എന്ന് പറയുന്നു. രണ്ടുപേരും പ്രത്യേകിച്ച് അങ്ങനെ വലിയ തെളിവൊന്നും കാണിച്ചിട്ടില്ല, എന്നാലും എന്തൊക്കെയോ തെളിവുകൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ പോലീസ് അന്വേഷിക്കട്ടെ, എല്ലാത്തിനും ഒരു ശരിയായ സാധനം വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുക. ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്താൻ. മറ്റൊരു കാണാൻ. ബൈ.